കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ നിയ ഫൈസൽ 3 ദിവസമായി വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടെയാണ് ഈ മരണം സംഭവിച്ചത് എന്നതാണ്. അവസാന ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുൻപാണ് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് 3 കുട്ടികൾ മരിച്ചു എന്നത് അത്യന്തം ദുഃഖകരമായ വാർത്തയുമാണ്. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്നും, ഒപ്പം അശ്വിൻ പാലാഴി തിരുവനന്തപുരം SIT ആശുപത്രിക്ക് സമീപത്തുനിന്ന് ചേർന്നു. ആദ്യം സുജിത്തിലേക്കാണ്. സുജിത്ത്, ഇപ്പോൾ നിയയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്, ആംബുലൻസ്. അത് എപ്പോഴാണ് അവിടേക്ക് കൊട്ടാരക്കര വീട്ടിലേക്ക് എത്തുക? അവിടെ ഒപ്പം തന്നെ ആ വീട്ടിൽ നാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടോ? അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? പ്രജിൻ, ഞാനിപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിലെ ബന്ധുക്കളുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത്, അവർ നൽകുന്ന വിവരമനുസരിച്ച് കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കുട്ടിയുടെ മൃതദേഹം നേരെ പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്തിലേക്ക് എത്തിക്കും. ഇവിടെയാകും ഖബറടക്കം നടക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കുട്ടിയുടെ അമ്മ കുട്ടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്വാറന്റൈൻ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ അമ്മയെ വീട്ടിലേക്ക്, ഈ കുട്ടിയുടെ കുന്നിക്കോട്ടുള്ള വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഏതായാലും അവിടെ നിന്നും മൃതദേഹം ഒരു 2 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് വേണം ഈ പുനലൂരിലേക്ക് എത്താൻ. ആ സമയം കൊണ്ട് ആംബുലൻസ് വളരെ പതുക്കെയാകും എത്തുക. അങ്ങനെയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഈ പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്തിച്ചു കഴിഞ്ഞ് മതാചാര പ്രകാരം തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആകും സംസ്കാരം നടക്കുക. പ്രജിത്ത്, സുജിത്തപ്പോൾ നാട്ടുകാരൊക്കെ അവിടെ ഉള്ളവരൊക്കെ പ്രതികരണം എന്താണ്? അവർ ഈ സംഭവത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചാണ്. അപ്പോൾ ഈ രീതിയിൽ പേവിഷബാധ സ്ഥിരീകരിച്ച ശേഷമൊക്കെ, കാരണം പേവിഷബാധ വന്നു കഴിഞ്ഞാൽ, തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ചികിത്സയും അത് ഫലപ്രദമാവില്ല എന്ന് നമുക്കെല്ലാം അറിയുന്നതുമാണ്. വെന്റിലേറ്ററിൽ തന്നെ തുടർന്നതുകൊണ്ട് തന്നെ ഒരു അത്യാഹിതം പെട്ടെന്നുണ്ടാകാം എന്നൊക്കെയുള്ള കാര്യം, അത് നാട്ടുകാരൊക്കെ അത്തരം വിവരങ്ങൾ പങ്കുവച്ചതുമാണ്. ഈ അവിടുത്തെ ഈ തിരുവനായ ശല്യത്തെക്കുറിച്ചും, ഈ തിരുവനായ ഇതേ കുട്ടിയെ കടിച്ച അതേ നായ മറ്റ് വളർത്തുമൃഗങ്ങളെ കടിച്ചതിനെ കുറിച്ചും ഒക്കെയുള്ള ആശങ്കകൾ അവിടെയുള്ളവർ പങ്കുവെക്കുന്നുണ്ടോ സുജിത്ത്? തീർച്ചയായും പ്രജിൻ, ഈ ഒരു വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ കുന്നിക്കോട് പ്രദേശമാകെ. കാരണം ഈ കുട്ടിയെ കടിച്ച നായ മറ്റു ചിലരെയും കടിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രദേശത്ത് നിരവധി നായ്ക്കളുണ്ട്. ഈ നായ്ക്കൾ പല ആളുകളെയും കടിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ തന്നെ ഇവിടെ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന ഒറ്റ ആവശ്യം മാത്രമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്നാൽ പഞ്ചായത്തിന് ഇതിൽ ചില കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ചില പരിമിതികൾ ഉണ്ട് എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. എങ്കിൽ പോലും ഇന്നലെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് ഈ നായ്ക്കളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ പ്രദേശത്ത് പല വീടുകളിലും, അതുപോലെ നിർമ്മാണം നടക്കുന്ന വീടുകളിൽ, അതുപോലെ തന്നെ വയലേലകളിൽ ഒക്കെ തന്നെ നായ്ക്കൾ പെറ്റുപെരുകി കിടക്കുന്ന ഒരു സാഹചര്യം. ഇവയൊക്കെ തന്നെ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ ഒരു 9 മാസങ്ങൾക്ക് മുൻപ് മറ്റൊരാൾ ഈ പ്രദേശത്ത് കുന്നിക്കോട് തന്നെ നായയുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം ഇതുപോലെ വയലിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു കർഷകനായിരുന്നു. ആ ജോലി ചെയ്ത് കയറി വരുമ്പോഴാണ് ആ പ്രദേശത്ത് വെച്ചാണ് ഒരു നായയുടെ കടിയേറ്റത്. അതിനുശേഷം ആശുപത്രിയിലെത്തി വാക്സിനൊക്കെ വാക്സിൻ സ്വീകരിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുപോലെ പ്രദേശത്ത് പല ആളുകൾക്കും നായയുടെ കടിയേറ്റുണ്ട്. ഇവരൊക്കെ തന്നെ പുനലൂർ ആശുപത്രിയിലും അതുപോലെ തന്നെ കുന്നിക്കോട് ആശുപത്രിയിലും ഒക്കെ എത്തി ഈ ചികിത്സ തേടുകയും വാക്സിൻ എടുക്കുകയുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 800-ലധികം ആളുകൾക്കാണ് ഈ പോയ ഒരു വർഷം കൊണ്ട് കുന്നിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം വാക്സിൻ എടുത്തിട്ടുള്ളത്. പുനലൂരിലെ കണക്കുകൾ ഇതിലേറെ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് പുനലൂർ വിളക്കുടി പഞ്ചായത്തിൽ മാത്രമല്ല, പുനലൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ തെരുവുനായുടെ ശല്യം അതിരൂക്ഷമാണ്. പകൽ പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള നായ്ശല്യമാണ് പലയിടത്തുമുള്ളത്. നമ്മൾ കണ്ടതാണ് ഇന്നലെ ഈ കുട്ടിയുടെ വീട്ടിൽ തന്നെ ഉള്ള വന്നു കയറിയ ഒരു പൂച്ച. ആ പൂച്ചയെ പട്ടി കടിച്ചിട്ടുണ്ട്. ഇന്നലെ ആ പൂച്ച അസ്വാഭാവികമായ രീതിയിൽ ചില ഈ പേവിഷബാധ ഏറ്റതുപോലെയുള്ള ചില പ്രകടനങ്ങളൊക്കെ പൂച്ചയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ പൂച്ചയുമായ ആളുകൾക്ക് ആ വീട്ടിലുള്ള ചില ആളുകൾക്കൊക്കെ തന്നെ സമ്പർക്കമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ വീട്ടുകാരാണ് ആ പൂച്ചയ്ക്ക് ഭക്ഷണമൊക്കെ നൽകുന്നത്. കുട്ടികളുമായൊക്കെ ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഒരു പൂച്ചയായിരുന്നു. ഏതായാലും ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ എല്ലാവരും കൃത്യമായ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ
കുട്ടിയുടെ മുറിവ് ആഴത്തിലുള്ള മുറിവായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് നൽകേണ്ട വാക്സിനുകളൊക്കെ തന്നെ കൃത്യമായി നൽകുകയും ചെയ്തു. ഈ വാക്സിനുകളൊക്കെ നൽകിയിട്ടും എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് അന്വേഷണം വേണമെന്ന നാട്ടുകാർ ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് അധികൃതർ കൃത്യമായി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ നായ്ക്കളെ പിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി ഈ പ്രദേശത്തെ അറവു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളും സംഘടിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് ഈ കുഞ്ഞു വയസ്സുള്ള ഈ കുട്ടിയുടെ മരണത്തിൽ ഈ നാട്ടുകാർ വളരെ ദുഃഖിതരാണ്. അതിനപ്പുറം തന്നെ നാട്ടുകാർ വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അറവു മാലിന്യങ്ങളൊക്കെ കൊണ്ടിട്ട് തെരുവ് നായ്ക്കൾ ഇത്രയും പെരുകിയ ഒരു സാഹചര്യമാണ് ഈ നാട്ടിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഈ തെരുവ് നായ്ക്കളെ നീക്കം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നാട്ടുകാരൊക്കെ തന്നെ ഏറെ വൈകാരികമായി പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്തിയപ്പോൾ തന്നെ അവർ പറയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെയാണുള്ളത്. പ്രജിൻ, എന്തായാലും കുഞ്ഞുണ്ണിയുടെ സംസ്കാര ചടങ്ങുകൾ അത് പള്ളിയിലാണ് നടക്കുന്നത്. അത് നേരത്തെ അറിയിച്ചത് പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ് ഈ ഖബറടക്കം ഉണ്ടാവുക. വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നില്ല. അത് കൃത്യമായി ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിർദ്ദേശം അക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ അമ്മയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ക്വാറന്റൈനിൽ പോകാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കാരണം പേവിഷബാധയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പാണ് അതിൽ എങ്ങനെ സംസ്കാരം വേണം, ഏത് രീതിയിൽ വേണമെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പാലിച്ചായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. അതുകൊണ്ട് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കില്ല, പൊതുദർശനം ഉണ്ടാകില്ല എന്നുകൂടി അറിയുന്നു. പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരിക്കും കുട്ടിയുടെ ഖബറടക്കം നടക്കുക.